ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സുഖമായിരിക്കുന്നുവോ, സന്തോഷമായിരിക്കുന്നുവോ, ദൈവകൃപയിലായിരിക്കുന്നുവോ? ഇതെല്ലാം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതെ നിങ്ങൾ ഒരു പരാജയമായി അഥവാ ഒരു സാധാരണക്കാരനായി ഇനി ജീവിച്ച് മരിക്കരുത്. സാധാരണ ജീവിതം ജീവിച്ചത് മതി. സീറോ ആയി ചുരുങ്ങി മരിച്ച് അപ്രത്യക്ഷമാകരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന പാരഗ്രാഫ് എഴുതുവാൻ സാത്താന് ഇട കൊടുക്കരുത്. സീറോ ആയി ജനിച്ചതാണെങ്കിലും ഇന്ന് സീറോ ആയി ജീവിക്കുകയാണെങ്കിലും ഇന്നു മുതൽ വിജയത്തിലേക്ക്, ഉയരത്തിലേക്ക് നടക്കുക. ഹീറോ ആയി മരിക്കുവാൻ ഇന്നു മുതൽ കൂടുതൽ ശ്രമിക്കുക. ക്രിസ്തുവിനോടുകൂടെ വിജയത്തിലേക്ക്. നിങ്ങൾ മരിച്ച ശേഷം മൺമറയരുത്. മരിക്കുന്നത് വരെ ജീവിക്കുക. മരിച്ചാലും ജീവിക്കുക. എങ്ങനെ? ചിന്തിക്കുക. 2 ചോദ്യങ്ങൾ. ഒന്ന്, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ചോദിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങളെ സൗഖ്യമാക്കാതെ ഇരിക്കുമോ? നിങ്ങളുടെ നിലയ്ക്ക് വ്യത്യാസം തരാതെ ഇരിക്കുമോ? നിങ്ങളുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാതെ ഇരിക്കുമോ? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാതെ ഇരിക്കുമോ? നിങ്ങളുടെ പുരയിടത്തിൻ്റെ അതിര് വിസ്താരം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ, സർവ്വശക്തനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 2, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു സംഭവിക്കും? ഞാൻ പറയാം. അവൻ നന്മ ചെയ്യും, നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും, നിങ്ങൾക്ക് അഭിവൃദ്ധി തരും. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ തുടക്കമായിരിക്കട്ടെ. ഈ വർഷം നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യം ദൈവം ചെയ്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ഭക്തന് വേണ്ടി ദൈവം അത് ചെയ്യും. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ പേരിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ? അല്ല. പിന്നെന്തിനാണ്? കരയുന്നവന് വേണ്ടി, കണ്ണുനീരൊഴുക്കുന്നവന് വേണ്ടി, ദുഃഖിതന് വേണ്ടി, ലജ്ജിച്ചിരിക്കുന്നവൾക്ക് വേണ്ടി. നിൻ്റെ പ്രശ്നത്തിൻ്റെ മറുപടി കയറല്ല. നിൻ്റെ പ്രശ്നത്തിൻ്റെ മറുപടി ആത്മഹത്യയല്ല. നിൻ്റെ പ്രശ്നത്തിൻ്റെ മറുപടി കഞ്ചാവല്ല, കള്ളല്ല. നിൻ്റെ പ്രശ്നത്തിൻ്റെ മറുപടി ഉത്തരം യേശുവാണ്. വേദപുസ്തകത്തിലേക്ക് തിരിയുക. ടേൺ ബാക്ക് ടു ദ ബൈബിൾ. ഇതാ ഞാൻ ഒരു വാക്യം വായിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 62:4. ഇനി നിന്നെ ത്യക്ത, ഫർസേക്കൺ, ഉപേക്ഷിച്ചവൾ എന്ന് വിളിക്കുകയില്ല. നിൻ്റെ ദേശത്തെ ശൂന്യം, ഡിസൊലേറ്റ് എന്ന് പറയുകയുമില്ല. നിനക്ക് മൈ ഡിലൈറ്റ് ഈസ് ഇൻ ഹർ എന്ന് നിൻ്റെ ദേശത്തിന് വിവാഹസ്ഥ എന്നും പേരാകും, മാരീഡ്. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ദ ലോർഡ് ഡിലൈറ്റത്ത് ഇൻ ദീ. ഈ വർഷം വ്യത്യസ്തമായ, യുണീക്കായ, അപൂർവമായ ചില പ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ, നിനക്ക് വേണ്ടി ചെയ്യട്ടെ. ദൈവം എവിടെയാണ് വാസ്തവത്തിൽ അത്ഭുതം ആരംഭിച്ചത്? ഭൂമിയിൽ, ഏദൻ തോട്ടത്തിൽ. ആദാം അവർ പാപം ചെയ്തു. ആദാമും ഹവ്വായെയും സൃഷ്ടിച്ചത് അവിടെ ഇരിക്കട്ടെ. അവർ രണ്ടുപേരും കൂടെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ലജ്ജിതരാണെന്ന് മനസ്സിലായി, അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അവർ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് അവർ തുന്നി, അവർ നാണം മറയ്ക്കണം. ദൈവം കണ്ടു, ഇത് വെയിൽ വരുമ്പം വാടിപ്പോകും, ഇത് അല്പനേരത്തേക്കുള്ള, ഇരിക്കാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനൊരു ദൈവദൂതനെ അയക്കുകയായിരുന്നില്ല. അവൻ തന്നെത്താനെ ഇറങ്ങി വന്ന് ഒരു മൃഗത്തെ കൊന്ന് അവരുടെ നാണം മറച്ചു. ഇനി ഒരിക്കലും കീറിപ്പോകാത്ത, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഏറെ നാൾ കീറിപ്പോകാത്ത, തന്നല്ല ഇനിയും കീറിപ്പോവുകയാണെങ്കിൽ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ അവർക്കറിയാം. അവരെ പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ ചോദ്യം കേട്ടാട്ടെ, നീ ലജ്ജിതനാണോ? നീ ലജ്ജിതയാണോ? നിനക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടോ? നിനക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ? പാപം ചെയ്തു പോയിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ലാത്തത് നീ ചെയ്തു പോയിട്ടുണ്ടോ? നീ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. താൽക്കാലികമായ ഒരു റെമഡി അല്ല അതിനാവശ്യം. താൽക്കാലികമായിട്ടുള്ള ഇലകൾ കൊണ്ട് ഒരു വസ്ത്രം ധരിച്ചിട്ട് നാണം മറയ്ക്കുകയല്ല. താൽക്കാലികമാണ് കള്ളൻ്റെ ലഹരി, താൽക്കാലികമാണ് കഞ്ചാവ്. അവരെ നിന്നെ ദൈവിച്ച, നിന്നെ നിർമ്മിച്ച, നിന്നെ മെനഞ്ഞെടുത്ത സ്വർഗസ്ഥനായ ദൈവത്തിന് നിൻ്റെ ലജ്ജ മാറ്റുവാൻ കഴിയും. നീ ലജ്ജിതയാണോ? ഞാൻ ആരോട് സംസാരിക്കുക. നീ ലജ്ജിതനാണോ? അബദ്ധം പറ്റിപ്പോയി, സാരമില്ല. അബദ്ധം പറ്റുന്നതല്ല അബദ്ധം, അബദ്ധത്തിൽ നിന്ന് പഠിക്കാത്തതാണ് അബദ്ധം. അബദ്ധം പറ്റുന്നതല്ല തെറ്റ്, അബദ്ധം മാറ്റി സുബദ്ധമാക്കാത്തതാണ്, ജീവിതത്തിനകത്ത് ഒരു ടേൺ അറൗണ്ട് എടുക്കാത്തതാണ് അബദ്ധം. മോശയ്ക്ക് ദൈവം 2 കൽപ്പനകൾ കൊടുത്തു. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു 10 കൽപ്പനയുടെ 2 കൽപ്പനകൾ. അവൻ ഇറങ്ങി വന്നപ്പോൾ കണ്ടു ജനം പാപം ചെയ്യുന്നു. എന്താണ് പാപം ചെയ്യുന്നത്? അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ മഹാപാപം എന്താണ്? വ്യഭിചാരമല്ല. എന്താണ്? ആരെങ്കിലും കൊല്ലുന്നതല്ല. എന്താണ്? ആരെങ്കിലും ഇതൊക്കെ മഹാപാപമാണ്. പക്ഷേ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ മഹാപാപം ബിംബാരാധനയാണ്. ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിൻ്റെ രക്ഷകനാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ,
നിങ്ങൾ ബിംബാരാധന ചെയ്യാൻ പാടില്ല. ദൈവത്തെ ഏറ്റവും കോപിപ്പിക്കുന്ന മ്ലേച്ഛകരമായ പാപം അതാണ്. ഹല്ലേലൂയ. ഇതാ കാണുന്നു ഏറ്റവും വലിയ പാപം എവിടെ എഴുതിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 32:30-31. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏതാണ്? അവർ വലിയ പാപം ചെയ്തു. അവർ നൃത്തം ചെയ്യുകയാണ്, നഗ്നരായിട്ട് നൃത്തം ചെയ്യുന്നു. അതെ, മദ്യപാനത്തിന് അങ്ങോട്ട് തരാറുണ്ട്, തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് തരാറുണ്ട്, നഗ്നതയൊക്കെ വെളിയിൽ കാണിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ട് കണ്ണാടിക്കകത്ത് നോക്കണം. പെൺകുട്ടികളെ നിങ്ങൾ കണ്ണാടിക്കകത്ത് നോക്കണം. സഹോദരന്മാരെ നിങ്ങൾ കണ്ണാടിക്കകത്ത് നോക്കണം. നിങ്ങളുടെ നഗ്നത വെളിയിലാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കാണത്തക്കോണം നിൻ്റെ നഗ്നത വരാൻ പാടില്ല. അവർ കണ്ടു. മോശ അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ പേര് മായിച്ചേക്കുക. ഹല്ലേലൂയ. ഇന്ന് അവൻ്റെ പേര് ആരെങ്കിലും മായിച്ചോ? മോശ പറഞ്ഞു, എൻ്റെ പേര് മായിച്ചേക്കുക. മോശ എന്താ പറഞ്ഞത്? അവരുടെ പേര് മായ്ക്കണമെന്നല്ല. ഇന്ന് ഏതെങ്കിലും ഒരു ദൈവദാസന് അബദ്ധം പറ്റിയാൽ, ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ ആളുകൾ എന്താ പറയും? അയ്യോ മുടിഞ്ഞു പോട്ടെ, അവൻ്റെ പേര് നരകത്തിൽ തന്നെ പോകും. ഇല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം എനിക്ക് തന്നൊരു കൃപയാണ്. ആരെങ്കിലും തെറ്റിനകത്ത് അകപ്പെട്ടാൽ, ആരെങ്കിലും പാപത്തിനകത്ത് വീണുപോയാൽ ഉടനെ തന്നെ ഞാൻ അവർക്കൊരു എഴുത്തെഴുതുന്നു. ഒക്കുമെങ്കിലും ഒരു പുസ്തകം അയച്ചു കൊടുക്കുന്നു. കൂടെ ഞാൻ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു. എവിടുന്നാണ് പഠിച്ചത്? വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ്. അവൻ എൻ്റെ സഹോദരനാണെങ്കിൽ, എൻ്റെ മകനാണത് ചെയ്തെങ്കിൽ ഞാൻ എന്തു ചെയ്യും? അടുത്ത പ്രാവശ്യത്തിനകത്ത് യൂട്യൂബിനകത്ത് ഇടുമോ? ഇല്ല. അയ്യോ, ഞാൻ പറഞ്ഞത് അവരെ ഉപദേശിക്കരുതെന്നല്ല, അവരെ ഉപദേശിക്കണം. അവരെന്തെങ്കിലും നമുക്കെതിരായിട്ട് ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഖണ്ഡിച്ചുകൊണ്ട് പറയേണ്ടതും എഴുതേണ്ടതും നമ്മുടെ ആവശ്യമാണ്. പക്ഷേ ആ മോശ പറഞ്ഞു, വേണമെങ്കിൽ എൻ്റെ പേരങ്ങ് വെട്ടിയാട്ടെ. മോശ ജനത്തിന് പാപബോധം കൊടുക്കുവാനായിട്ട് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നു. 33-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ജനം കരഞ്ഞു. നമ്മൾ ശ്രമിക്കണം പാപബോധം കൊടുക്കുവാൻ തക്കവണ്ണം, അവരെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കുവാൻ തക്കവണ്ണം. ദൈവം അവരുടെ കണ്ണുനീർ തുടച്ചു. ജനത്തിൻ്റെ കണ്ണുനീർ തുടച്ചു, മോശയുടെ കണ്ണുനീർ തുടച്ചു. എന്ത് ചെയ്തു? രണ്ടാമത് ഒരു കൽപ്പലക എടുത്തിട്ട് രണ്ടാമതൊരു കൽപ്പലക ഉണ്ടാക്കി അതിൽ എഴുതി കൊടുത്തു. എൻ്റെ ദൈവം ആരാണ്? അവൻ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ദൈവം, നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായ ദൈവം. ഇസ്രായേൽ ജനത്തിൻ്റെ മോശയുടെ ഏറ്റവും വലിയ മഹാപാപം ചെയ്തവരുടെ കണ്ണുനീർ തുടച്ചെങ്കിൽ എൻ്റെയും നിൻ്റെയും കണ്ണുനീർ തുടയ്ക്കുക തന്നെ ചെയ്യും. ഇത് വ്യത്യസ്തമായ അപൂർവമായ ഒരു ദൈവപ്രവർത്തനം നാം വീണ്ടും കാണുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. മെഫീദ്വെൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവായോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. ഹല്ലേലൂയ. അമാലേക്യർ. മോശ അന്നേരം യോശുവയോടൊക്കെ പറഞ്ഞു, നീ പോ, ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടിയുമായിട്ട്. അത് മോശയുടെ വടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി. മോശ യോശുവയോട് പറഞ്ഞു, നീ യുദ്ധത്തിന് പോകുക, ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കും. ഹല്ലേലൂയ. അത് അവൻ്റെ വടിയായിരുന്നു. ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി. നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെ വടിയായിരിക്കണം. നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെ ജീവിതമായിരിക്കണം. നിൻ്റെ സഭ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെ സഭ ആയിരിക്കണം. ഹല്ലേലൂയ. പറഞ്ഞു, ഞാൻ കൈ ഉയർത്തി പിടിക്കും. ആ സമയത്ത് യുദ്ധം ജയിക്കും. ഹല്ലേലൂയ. കൈ താഴ്ത്തി കഴിയുന്ന സമയത്ത് യുദ്ധം തോക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൈ ഉയർത്തിയപ്പോഴാണെന്ന്? അല്ല, ദൈവം അവരെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു, ഒരു പാഠം പഠിപ്പിച്ചു. എന്താണ്? ജോഷുവ, നിൻ്റെ മിടുക്കുകൊണ്ടല്ല ജയിക്കുന്നത്, എൻ്റെ വടിയിലൂടെ ഞാൻ പ്രവർത്തിക്കാം. ഞാൻ പഴയ നിയമത്തിൽ വടി, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വാക്യം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മുടെ ദൈവം ആരാണ്? അവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, അവൻ ലജ്ജിതനാക്കുന്നവനല്ല. ഹല്ലേലൂയ. നിൻ്റെ ഭാര്യയെയും നിൻ്റെ പെൺമക്കളും നിൻ്റെ ആൺമക്കളും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ഇടയായി തരരുത്. നിൻ്റെ സ്വർണവും വെള്ളിയും നാൽക്കാലികളെയും സൂക്ഷിക്കാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിന് ബലം കൊടുക്കുന്നു. അതുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചു കഴിഞ്ഞപ്പോൾ ശത്രു തോറ്റു. കൈ താണു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ കൈ താണു പോകരുത്, നിൻ്റെ വിശ്വാസം താണു പോകരുത്. നിൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുക. ഒരു പെൺകുട്ടി എനിക്ക് എഴുത്തെഴുതി, അവളുടെ പേര് ഓമന എന്നാണ്. അവൾ നാഗോൾ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം പുത്തനാടുന്ന് എഴുതിയാണ്. വളരെ നീട്ടിയൊരു എഴുത്തെഴുതി. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കുറേ കഴിയായി, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ വേറൊരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായ കഥ അവൾ കേട്ടു. ആ പെൺകുട്ടി എനിക്ക് എഴുത്തെഴുതി. അന്ന് ഞാൻ 10-ാം കോട്ടാണ്.
ഞാൻ ആ സഹോദരിക്ക് ഒരു മറുപടി അയച്ചു. ഒരു പുസ്തകത്തിനകത്ത്, അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ പേജിൽ 2-3 വരി എഴുതി ഞാനങ്ങ് പോസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിക്ക് ദേഷ്യം വന്നിടാൻ ഞാൻ 4-5-6 പേജ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി വരുന്ന ഒരു പുസ്തകം, അതിനകത്ത് 2 വരിയും. പക്ഷേ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശ്വാസം കുതിച്ചുയർന്നു. അവൾ ആശുപത്രിയിൽ ചെന്നു. ഭർത്താവ് വിളിച്ചുകൊണ്ട് പോയതാണ്. അവൾ എഴുതി വെച്ചു, അവിടെ കണ്ണാടിക്കകത്ത് എഴുതി വെച്ചു, ഞാൻ ഗർഭിണിയാണ്, ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് വെച്ച് എഴുതി, ഞാൻ 2 മാസം ഗർഭിണിയാണ്. ഭർത്താവിന് തോന്നി അവൾക്ക് ഭ്രാന്താണെന്ന്. ഡോക്ടറെ കണ്ടു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ഒരു അസുഖമുണ്ട്, ഗർഭിണിയാണെന്ന് അവർ അഭിനയിക്കും, പ്രസവം പോലും അവർ അഭിനയിക്കും. അതെ, ഡോക്ടർമാർക്ക് ചോദിച്ചാൽ അവർ പറയും, സൈക്കോളജി. അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നാട്ടെ. 3-ാമത്തെ മാസത്തിൽ ഈ ഭർത്താവ് ഓമന സഹോദരിയെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു, നിന്നെ ഞാൻ ഷോക്ക് അടിപ്പിക്കാൻ പോവാം. പറഞ്ഞു, ഒന്ന് പരിശോധിച്ചിട്ട് ഷോക്ക് അടിപ്പിച്ചാട്ടെ. ആ സഹോദരി ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസമുണ്ട്, പോയി കാണാം ആർക്കും വേണമെങ്കിൽ. എൻ്റെ അവിടെയുള്ള റെപ്രസെൻറ്റേറ്റീവൊക്കെ പറഞ്ഞാൽ മതി. ആ പെൺകുട്ടിയെ ഡോക്ടർ മേശപ്പുറത്ത് കിടത്തി. ആ പെൺകുട്ടി എനിക്ക് എടുത്തെഴുതി, അങ്ങളെ മേശപ്പുറത്ത് കിടക്കാൻ പോയപ്പോഴും എനിക്കൊരു സംശയം തോന്നി, ഞാൻ ഗർഭിണി അല്ലെങ്കിലോ. കാരണം ഓരോ മാസത്തിലും അവൾക്ക് തെളിവ് കിട്ടുന്നുണ്ടായിരുന്നു. 1-ാമത്തെ മാസത്തിൽ ഗർഭിണിയല്ല, സ്ത്രീകൾക്കുണ്ടാകുന്ന മുറയുണ്ടായി, ഗർഭിണിയല്ല. 2-ാമത്തെ മാസത്തിൽ മുറയുണ്ടായി, ഗർഭിണിയല്ല. 3-ാമത്തെ മാസത്തിൽ പക്ഷേ അവൾ വിശ്വസിച്ചിരിക്കുകയാണ് ഉണ്ടായി. ആ പെൺകുട്ടി എനിക്ക് എഴുതി, അങ്ങളെ ഒരു ചെറിയൊരു സംശയം ഉണ്ടാകാതിരുന്നില്ല. പക്ഷേ ഞാൻ കട്ടിലേക്ക് മേശപ്പുറത്ത് കയറി കിടന്നു. ആ ഡോക്ടർ പരിശോധിച്ച ശേഷം തല കുടിക്കൊണ്ട് പറഞ്ഞ്, എനിക്ക് മനസ്സിലാകുന്നില്ല, നിനക്ക് 3 മാസവും തെളിവ് കിട്ടി നീ ഗർഭിണിയല്ലെന്ന്, പക്ഷേ നിൻ്റെ വയറ്റിനകത്ത് 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടോ. ഇന്ന് ആ പെൺകുട്ടിക്ക് ഏകദേശം 25-26 വയസ്സുണ്ടോ. ഞാൻ പോയി കണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളും വിശ്വസിക്കണം, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിൻ്റെ കൈ ഉയർന്നിരിക്കട്ടെ, നിൻ്റെ വിശ്വാസം ഉയർന്നിരിക്കട്ടെ, നിൻ്റെ ഭക്തി ഉയർന്നിരിക്കട്ടെ, നിൻ്റെ വേദപുസ്തകം ഉയർന്നിരിക്കട്ടെ. ദൈവത്തിലുള്ള വലിയ വിശ്വാസം. അവൻ വഴിയിൽ വിട്ടിട്ട് പോകത്തില്ല, അവൻ ലജ്ജിതനാക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നതിനെയെല്ലാം കാക്കുവാൻ ബാധ്യസ്ഥനാണ്. അതാണ് മോശയൊക്കെ പറയുന്നത്, ഈ ജനം എൻ്റെ ജനമാണ്, അവരെ കാക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അവരുടെ നാൽക്കാലികളെ കാക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അവരുടെ സ്വർണവും വെള്ളിയും കാക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ദൈവം തന്നതിനെ കാക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞാൽ അറിയാമോ, നിൻ്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ തന്നെ ബലി കഴിക്കണം. അന്ന് അബ്രഹാമിന് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. പക്ഷേ ദൈവം ഒന്നിനെ കണ്ടുള്ളൂ. ഏതിനെയാണ് കണ്ടത്? ദൈവം കൊടുത്തതിനെ ദൈവം കണ്ടു, ദൈവം തന്നതിനെ അവൻ കാത്തുകൊള്ളും. നിൻ്റെ കാറ് ദൈവം തന്നതാണെങ്കിൽ, നിൻ്റെ വാഹനം ദൈവം തന്നതാണെങ്കിൽ, നിൻ്റെ വീട് ദൈവം തന്നതാണെങ്കിൽ, നിൻ്റെ ജോലി ദൈവം തന്നതാണെങ്കിൽ, നിൻ്റെ കൂടപ്പറപ്പെ പറയുന്നത് കേട്ടാട്ടെ, അവൻ കാക്കും. അവിടെ നിൻ്റെ വീട്ടിൽ വരുന്ന സകലതും ദൈവം തന്നായിരിക്കണം. ദൈവം തരാത്ത യാതൊന്നും പാടില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാനിവിടെ പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ്, വിമാനത്തിലാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ എവിടെയോ വിദേശത്ത് പോയിട്ട് വരികയാണ്. വരുന്ന വഴിക്ക് വിമാനത്തിലിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ബിസിനസ് ക്ലാസ്സിനകത്തൂടെ ഫസ്റ്റ് ക്ലാസ്സിനകത്തൂടെ കയറ്റി ഇറക്കുക. എന്തിനാ? അതിനകത്തൊരു വേലയുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ ആരെങ്കിലും അടുത്ത പ്രാവശ്യം മുമ്പ് അതിനകത്ത് പോകാനാ ഇവർക്ക് സ്വഭാവത്തില്ല. തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ആരെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് പോകത്തില്ല. ഞാനൊരു സരള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. അതിൽ കൂടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു പലയിടത്തും ഇങ്ങനെ ആളുകളുടെ ടോയ്ലറ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ വെക്കുന്നതായിട്ടുള്ള ഒരു ബാഗുണ്ട്. ആ ബാഗ് അവിടെ വെച്ചിരിക്കുന്നു. അവർക്ക് കൊടുത്താൽ, ഓരോരുത്തരും കൊടുത്താൽ, ഈ ഒരാൾ എന്നും ബിസിനസ് ക്ലാസ്സിനകത്ത് പോകണമെങ്കിൽ 2-3 എടുത്തുകൊണ്ട് പോയി പിന്നെ എന്തോ എടുക്കും. അതുകൊണ്ട് അവർ കളഞ്ഞു വെച്ച് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, നമ്മുടേതല്ലാത്തതൊന്നും നമ്മുടെ വീട്ടിൽ വരത്തില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട്. കാരണം ഒരു ടോയ്ലറ്റ് ബാഗ് നല്ലതാണ്, എനിക്ക് ആവശ്യമില്ലെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷേ എൻ്റെ തീരുമാനം അതാണ്, എൻ്റെ വീട്ടിൽ എൻ്റേതല്ലാത്തത്, ന്യായമായിട്ടല്ലാത്തത് യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. ദൈവം തന്നതിനെ ദൈവം കാത്തുകൊള്ളും. അതുകൊണ്ടൊരു തീരുമാനം എടുക്കണം. ദൈവം തരാത്തതൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട. അഹരോനും ഹൂരും യോശുവ യുദ്ധം ചെയ്യുന്ന സമയത്ത് അഹരോനും ഹൂരും മോശയുടെ കൈ താണപ്പോൾ, കുറച്ചു നേരം നമ്മൾ തയ്യൊന്ന് പിടിച്ച് നോക്കിയാട്ടെ, 5 മിനിറ്റ് പിടിച്ചിരിക്കാനൊക്കത്തില്ല, അപ്പോഴത്തേക്ക് കൈ ക്ഷീണിക്കും. അതുകൊണ്ട് അവരുടെ കൈ ഉയർത്തിപ്പിടിച്ചു. നാം എന്ത് ചെയ്യണം? ക്ഷീണിതൻ്റെ കൈ ഉയർത്തിപ്പിടിക്കണം. അവനെ പുറകിൽ നിന്ന് കുത്തുകയല്ല, അവൻ്റെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ. ഒരു സഹോദരൻ ക്ഷീണിതനായിപ്പോയാൽ, ഒരു സഹോദരി ക്ഷീണിതനായിപ്പോയാൽ, നിൻ്റെ ഭർത്താവ് ക്ഷീണിതനായിപ്പോയി കഴിഞ്ഞാൽ, നിൻ്റെ ഭാര്യ ക്ഷീണിതയായിപ്പോയി കഴിഞ്ഞാൽ, നിൻ്റെ മക്കൾ ക്ഷീണിതയായിപ്പോയി കഴിഞ്ഞാൽ അവരുടെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കെല്ലാവർക്കും ഒരു ജോലിയുണ്ട്. ദൈവത്തിൻ്റെ സഭയിൽ ജോലിയില്ലാത്ത യാതൊരു മനുഷ്യരുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? പലരും 10 മണിക്ക് ആരാധന തുടങ്ങിയാൽ വരുന്നത് 10:30-ക്കാണ്. 1 മണിക്ക് ആരാധന തീരുമ്പോൾ ആശീർവാദം വരുമ്പോഴേ പെട്ടെന്ന് വേദോത്സവം എടുത്ത് വീട്ടിൽ പോകും. അല്ല, എന്തെങ്കിലും ജോലി. നിങ്ങൾക്ക് ജോലി അറിയാൻ വയ്യായെങ്കിൽ നിങ്ങളുടെ സഭാശുശ്രൂഷകൻ്റെയൊക്കെ പോയി ചോദിച്ചാട്ടെ, എനിക്ക് എന്തെങ്കിലും ജോലി തന്നാട്ടെ. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം.
സഭാ ശുശ്രൂഷനോട് ചോദിക്കാമെങ്കിൽ അദ്ദേഹം ജോലി തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ജോലിയുണ്ട്. ഹല്ലേലൂയ. അമാലേക്യർ തോറ്റു. ആ സമയത്താണ് പറയുന്നത് യഹോവ നിസി 17-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യോശുവ നിസി എന്നല്ല, മോശ നിസി എന്നല്ല, ഹൂർ നിസി എന്നല്ല, അഹരോൻ നിസി എന്നല്ല. നിങ്ങൾ പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് സോക്രട്ടീസ് പറഞ്ഞു. ശരിയാണ്, സത്യം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. പെന്തിക്കോസുകാരെ ഭ്രാന്ത് പിടിപ്പിക്കും, മർത്തോമക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കും, യാക്കോബക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കും, കത്തോലിക്കരെ ഭ്രാന്ത് പിടിപ്പിക്കും. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, സത്യം പറയുകയാണ് കേട്ടോ. ചില പള്ളിയുടെയൊക്കെ പേര് കാണുമ്പോൾ സെൻറ്റ് തോമസ് ചർച്ച്, ചിലരുടെ ഭാഷ കാണുമ്പോൾ സെൻറ്റ് മർക്കോസ് ചർച്ച്, സെൻറ്റ് ലൂക്കോസ് ചർച്ച്, സെൻറ്റ് മാലാഖ ചർച്ച്. തെറ്റ്. വേദപുസ്തക പ്രകാരം തെറ്റ്, പുതിയ നിയമപ്രകാരം തെറ്റ്. മോശ നിസി എന്നല്ല, അഹരോൻ നിസി. മോശയല്ലേ കൈപിടിച്ചത്? യോശുവ അല്ലേ യുദ്ധം ചെയ്തത്? അല്ല, യഹോവ നിസി. നമ്മുടെ സകലതും ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യത്തെ ശത്രുക്കൾ അവരാണ്. ദൈവം അത് ഓർത്തിരുന്നു. ആരാണ്? അമാലേക്യർ. ഹല്ലേലൂയ. ദൈവം ഓർത്തിരിക്കുന്നവരാണ്. ഇനി പറയുന്നത് കേട്ടാട്ടെ, ദൈവത്തിൻ്റെ മക്കളെ സഹായിച്ചവരെ ദൈവം ഓർക്കും. 1 ശമൂവേൽ 15:6. ദോഷം ചെയ്തവരെയും അവൻ ഓർക്കും. ദൈവമക്കളെ സഹായിക്കണം. എനിക്ക് വലിയ ഇഷ്ടമാണ് ദൈവമക്കളെ സഹായിക്കുന്നത്. അവർ മർത്തോമക്കാരായിരിക്കും, മാനസാന്തരപ്പെട്ട് ദൈവവേല ചെയ്യുന്ന ആരെങ്കിലും ചർച്ച പണിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ കൊടുക്കും. അവിടെ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി, അവരുടെയും മക്കൾക്ക് വേണ്ടി എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വേലയെ സഹായിക്കുന്നവരെ ദൈവം ഓർക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എനിക്ക് ചണ്ണപ്പേട്ട മർത്തോമക്കാരുടെ ചർച്ചകൾ പിണങ്ങല്ലേ, ചർച്ചിൽ കൺവെൻഷൻ നടക്കുകയാണ്. ഞാനവിടെ ചെന്നിരുന്ന സമയത്ത് അവിടുത്തെ പന്തലൊക്കെ ഏതാണ്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല നീളമുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഡെസ്കേൽ കയറിയുന്നുണ്ട്. സ്കൂളിൻ്റെ മുറ്റത്താണ്, അവിടെ മർത്തോമക്കാർക്കൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ മുറ്റത്താണ്. ഞാൻ അവിടെ കയറിയുന്നുണ്ട് പടുത്തു. അതിൽ കൂടെ വന്ന ഒരാൾ എൻ്റെ ചോദിച്ചു, ബ്രദർ മർത്തോമായില്ല എന്ന്. ഞാൻ പറഞ്ഞല്ല. പിന്നെ ഇതെന്നെ ഇത് മർത്തോമക്കാരുടെ കൺവെൻഷനല്ല ഞാൻ സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ വേലയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. ദൈവം സഹായിക്കുന്നവരെ ഓർത്ത് 1 ശമൂവേൽ 15:6 ദൈവത്തിൻ്റെ വേലയെ സഹായിച്ചവരെ ഓർക്കും, ദോഷം ചെയ്തവരെ ഓർക്കും. അതുകൊണ്ട് സഭ നോക്കാതെ സഹായിക്കണം. ഹല്ലേലൂയ. ഇത് ആവർത്തന പുസ്തകത്തിനകത്ത് 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ ദൈവം പറയുകയാണ്, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് യുദ്ധം ചെയ്തു. ഇവിടെ യുദ്ധം ചെയ്തതിനെ പറ്റി പറയുകയാണ്. അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. യഹോവ നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. ആരെ? ദൈവമക്കൾക്ക് ദോഷം ചെയ്തവരെ, പുറകിൽ വരുന്നവരെ, ക്ഷീണിച്ചവരെ. ഞാൻ പറയുന്നു, ക്ഷീണിച്ചവരൊക്കെ ദോഷം ചെയ്യരുത് കേട്ടോ. ദൈവം ശൗൽ രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവം ശൗലിനോട് പറയുകയാണ്. 1 ശമൂവേൽ 15:2-3 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. അസാധാരണ ഒരു വാക്ക്. ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന് കുറിച്ച് വെക്കേണ്ട ആവശ്യമുള്ള തലച്ചോറിനകത്ത് കിടക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ദോഷം ചെയ്തപ്പോൾ ഞാൻ IPCക്കാർക്ക് ദോഷം ചെയ്യത്തില്ല, ഞാൻ അസംബ്ലീസ് കൂടുകാർക്ക് ദോഷം ചെയ്യത്തില്ല, ഞാൻ ചർച്ച കൂടുകാർക്ക് ദോഷം ചെയ്യത്തില്ല, ഞാൻ ഇവാഞ്ചലിക്കൽക്കാർക്ക് ദോഷം ചെയ്യത്തില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരുത്തർക്കും ദോഷം ചെയ്യത്തില്ല. കാരണം എൻ്റെ ദൈവം കുറിച്ചു വയ്ക്കുന്നവനാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നന്മ നേടി വെച്ചിട്ട് പോകും. അവർക്ക് വേണ്ടി ക്രെഡിറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കും, ഡെബിറ്റിനകത്ത് ഉണ്ടാക്കത്തില്ല. ഹല്ലേലൂയ. കുറിച്ച് വെച്ചിരിക്കണോ. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നുകയരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട, ഒട്ടക, കഴുത എന്നിവയും സംഹരിച്ച് കളയണം. ശൗല് പാർഷ്യലായിട്ട് അനുസരിച്ചുള്ളൂ. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് പാർഷ്യൽ ഡിസൊബീഡിയൻസ്. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ നിൻ്റെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒന്നും നേടി വയ്ക്കരുത്. ദൈവം പറഞ്ഞത് അനുസരിക്കണം. അതുകൊണ്ട് പറ്റി അവൻ കുറച്ച് പേരെ മാറ്റിവെച്ചു, കുറച്ച് പേരെ നിർത്തി, കുറച്ച് പേർക്ക് ദോഷം ചെയ്തില്ല. അതുകൊണ്ട് എസ്തറിൻ്റെ സമയത്ത് ഹാമാൻ ആരാണ്? ശൗല് വിട്ടുകളഞ്ഞ, കൊല്ലാതെ വിട്ടുകളഞ്ഞ ആഗാഗിൻ്റെ വംശക്കാരെ അവൻ മാറ്റി നിർത്തി. അവർ പിന്നെയും ദൈവമക്കൾക്ക് ദോഷം ചെയ്യാൻ ഇതാ ഹാമാൻ എഴുന്നേറ്റു. ദൈവം അത് ഓർത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റി? അനുഗ്രഹം താമസിച്ചെന്ന് വരാം, ശാപം പക്ഷെ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം,
ദൈവം വ്യത്യസ്തമായി ചെയ്തു. വളരെ അപൂർവമായിട്ടുള്ള, വളരെ വളരെ റയറായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. യോശുവ 10 എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. ഹല്ലേലൂയ. 5 രാജാക്കന്മാർ അമോര്യർ. യോശുവ 10:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. യോശുവ കണ്ടു, ഇതാ 5 രാജാക്കന്മാർ യുദ്ധത്തിന് വരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം, ദൈവം നമ്മളെ സഹായിക്കാം. ദൈവം അവരെ സഹായിച്ച് നേരം സന്ധ്യയായി, സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ യോശുവ വിചാരിച്ചു, അവരെ വിടാൻ പാടില്ല. ശൗല് ചെയ്ത അബദ്ധം ഞാൻ ചെയ്യാൻ പാടില്ല. ശൗൽ അവരെ ചിലരെ രക്ഷിച്ചു. അതുകൊണ്ടാണ് എസ്തറിൻ്റെ സമയത്ത് അവർ എഴുന്നേറ്റ് അവൻ്റെ ഈ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവന് ആവശ്യമായിരുന്നു, വെളിച്ചം ആവശ്യമാണ്. വെളിച്ചമില്ലാതെ യുദ്ധം നടക്കത്തില്ല. അതുകൊണ്ട് അവൻ സൂര്യനോട് കൽപ്പിച്ചു, സൂര്യ അവിടെ നിൽക്കുക, ചന്ദ്ര അവിടെ നിൽക്കുക. അവൻ കൽപ്പിച്ചു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നീ സംസാരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നീ സംസാരിക്കുക. ഹല്ലേലൂയ. 5 രാജാക്കന്മാർ അവർ ഓടി രക്ഷപ്പെടും. ഒരു അപൂർവ കാര്യം ചെയ്തു. 12 മുതൽ 14 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവൻ മോശയിൽ നിന്ന് പഠിച്ചതായിരിക്കണം. കരയുകയല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യും, എൻ്റെ കയ്യിലുള്ള താലന്തുകളെ ഞാൻ ഉപയോഗിക്കും. ദൈവം നിനക്ക് തന്നിരിക്കുന്ന താലന്തിനെ ഉപയോഗിക്കുക. ഞാൻ കട്ടറായിക്കുന്ന സമയത്ത് എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഒരൊറ്റ പ്രസംഗമേ എൻ്റെ കയ്യിലുള്ളൂ. നാട്ടിലല്ല 10 ഉപദേശമാരുടെ പ്രസംഗം എഴുതിയെടുത്തുകൊണ്ട് പോകാൻ എൻ്റെ കയ്യിൽ വേറൊരു പുസ്തകം പോലും ഇല്ല. എൻ്റെ കയ്യിൽ ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റോഡിൽ നിന്ന് ട്രാക്ട് കൊടുക്കാം. രാവിലെ 6 മണിയാകുമ്പോൾ, 6:10 അല്ല 6 ആകുമ്പോൾ ഞാൻ അവിടെ ചെല്ലും ട്രാക്ട് കൊടുക്കാം. 8 മണിക്ക് തിരികെ വരും. നിൻ്റെ കയ്യിലുള്ള താലന്തുകളെ ഉപയോഗിക്കുക, നിൻ്റെ വേദപരിജ്ഞാനം ഉപയോഗിക്കുക, നിൻ്റെ പ്രാർത്ഥിക്കാനുള്ള കഴിവിനെ ഉപയോഗിക്കുക, നിൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവിനെ ഉപയോഗിക്കുക. നിൻ്റെ ഹല്ലേലൂയ. അവർ മടങ്ങി വന്നത് 5 രാജാക്കന്മാരുടെ കൊള്ളയുമായിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനു മുമ്പും രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട്, അതിനുശേഷവും രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ യോശുവ വ്യത്യസ്തമായൊരു വിജയം, അപൂർവമായൊരു വിജയം ദൈവം അവർക്ക് കൊടുത്തു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളും യുദ്ധം ചെയ്യുക, നീ കൽപ്പിക്കുക, നീ വാ കൊണ്ട് പറയുക. യേശു അത്തിയോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ കാറ്റിനോട് പറഞ്ഞു, അവൻ കടലിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് നീ പറയണം. എന്താണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം? എന്താണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫലം തരാത്തതായിട്ടുള്ള അത്തി? എന്താണ് നിൻ്റെ രോഗം? അതിനോട് കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗമേ മാറിപ്പോവുക. ഒരു അനുഭവം പറയുകയാണ്, എൻ്റെ അല്ല, എൻ്റെ ഭാര്യയുടെ. ലില്ലിയുടെ കൈ അതിശയോക്തിയില്ലാതെ സത്യം മാത്രം പറയുകയാണ്. ലില്ലിയുടെ കൈ 45 ഡിഗ്രി പൊങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും പൊങ്ങത്തില്ല. ആ സമയത്തും ലില്ലി എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ലില്ലിക്ക് വേദപുസ്തകം നല്ലതുപോലെ വായിക്കാനറിയാം. അസാധാരണമായ തത്വങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പിടിച്ചെടുക്കാം. ലില്ലി തൻ്റെ കൈയോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യെ പൊങ്ങുക, എൻ്റെ കയ്യെ പൊങ്ങുക, എൻ്റെ കയ്യെ പൊങ്ങുക. ലില്ലി പറഞ്ഞു, കൈ പൊങ്ങി. എത്ര നാൾ പറഞ്ഞെന്നറിയാം? അധികം ആളൊന്നും പറഞ്ഞില്ല, 5 വർഷമേ പറഞ്ഞുള്ളൂ. പറയുക, നിൻ്റെ ഭാവിയെ നോക്കി പറയുക, നിൻ്റെ കിണറിനെ നോക്കി പറയുക, നിൻ്റെ ബിസിനസ്സിനെ നോക്കി പറയുക, നിൻ്റെ ആരോഗ്യത്തെ നോക്കി പറയുക, കണ്ണാടികൾ നോക്കി നിൻ്റെ മുഖത്തോട് കൽപ്പിക്കുക, നിൻ്റെ തലമുടിയോട് കൽപ്പിക്കുക, നിൻ്റെ കൃഷിഭൂമിയോട് കൽപ്പിക്കുക, നിൻ്റെ നാൽക്കാലികളോട് കൽപ്പിക്കുക, നിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി കൽപ്പിക്കുക, നിൻ്റെ വയറിനോട് കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വയറിനകത്ത് കുഞ്ഞുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. സഹോദരന്മാരല്ല സഹോദരിമാർ കേട്ടോ, പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കൽപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അത്ഭുതം നടക്കും. എൻ്റെ ദൈവം ചെയ്തു തരും. എൻ്റെ വേദപുസ്തകം അങ്ങനെ പറയും. ദൈവം പറഞ്ഞു. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? പറഞ്ഞ്. എങ്ങനെയാണ് ലോകത്തിലുള്ള സകലവും ദൈവം സൃഷ്ടിച്ചത്? പറഞ്ഞ്. ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ഇനിയും വാക്യങ്ങളുണ്ട്, പിന്നെ ഒരു ദിവസം പ്രസംഗിക്കാം. നിങ്ങൾക്ക് എന്താണോ സംഭവിക്കുവാൻ ആഗ്രഹം അത് പറയുക. നിന്നെ നോക്കി പറയുക, നിൻ്റെ മക്കളെ നോക്കി പറയുക. നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതല്ലയോ? നടന്നു പോകുമ്പോൾ അച്ഛായ രക്ഷിക്കപ്പെടും എന്ന് പറയുകയല്ല, പറയുന്നുണ്ട്. അത് കേൾക്കാതെ പറയണം. എൻ്റെ ഭർത്താവ് ഒരു ദിവസം മനസ്സാന്തപ്പെടും, വേദപുസ്തകം എടുത്തുകൊണ്ട് എൻ്റെ കൂടെ ചർച്ചിൽ വരും, ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കും. എൻ്റെ ഭർത്താവ് മുമ്പേ നടക്കും, ഞാൻ പുറകെ പോകും, എൻ്റെ സ്വർഗ്ഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കും. പറയുക. നിൻ്റെ മക്കളെ നോക്കി പറയുക, നിൻ്റെ ഭാവിയെ നോക്കി പറയുക, നിൻ്റെ മുഖത്തെ നോക്കി പറയുക, നിൻ്റെ മൂക്കിനെ നോക്കി പറയുക, നിൻ്റെ തലമുടിയെ നോക്കി പറയുക, നിൻ്റെ പേഴ്സിനെ നോക്കി പറയുക. പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ച് നീ പറയുമ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിൻ്റെ ഭാവി എന്താണോ അതായിരിക്കത്തില്ല. അവൻ വളരെ അപൂർവമായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഒരു അസാധാരണമായ അത്ഭുതം. എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അത്ഭുതം? ചിന്തിച്ചാട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരൊറ്റ അത്ഭുതം ചിന്തിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി രോഗശാന്തിയുടെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, വളർച്ചയുടെ ഒരൊറ്റ അത്ഭുതം, അപൂർവമായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, അസാധാരണമായ ഒരു അത്ഭുതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ച ആമേൻ പറയുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ആർക്കാണ് വയറിനകത്ത് വേദന? യേശുവിൻ്റെ നാമത്തിൽ. വയറിൻ്റെ വലത്തുഭാഗത്ത്, പൂക്കളിൻ്റെ വലത്തുഭാഗത്ത് 3 ഇഞ്ച് മുകളിലത്ത് ഉയരുന്നത് വേദന ആർക്കാണ് ഉള്ളത്? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വേദന മാറട്ടെ. അസാധാരണ വേദന ഈ സമയത്തുണ്ട്.
എനിക്കത് കാണുവാൻ കഴിയും, എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വയറിൻ്റെ വേദന മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്ത്രീകൾക്കുള്ള 1-2 അസുഖം ഞാൻ കാണുകയാണ്, പറയാനൊക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ആ രോഗം, നിൻ്റെ ആ ഒഴുക്ക് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുക, സൗഖ്യമായി തരിക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി തരിക. അസാധാരണമായിട്ടുള്ള രീതിയിൽ ഈ സമയത്ത് ഒരു യൂണീക്ക് അത്ഭുതം നടക്കട്ടെ. ആരുടെയാണ് പേഴ്സിനകത്ത് രൂപ ഇല്ലാത്തത്? ആർക്കാണ് വീട്ടിൽ ആഹാരത്തിന് പൈസ ഇല്ലാത്തത്? ആരാണ് പിള്ളേരുടെ സ്കൂൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ? എൻ്റെ കർത്താവ്, പെട്രോൾ വാങ്ങിക്കാൻ വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കാൻ നിവൃത്തിയില്ലാതെ വണ്ടി മുറ്റത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കാറിനകത്ത് പെട്രോൾ വാങ്ങിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഈ അടുത്ത 6 മാസത്തിനകത്ത് നിൻ്റെ ബിസിനസ്സിന് വ്യത്യാസം വരാൻ പോവുകയാണ്. നീ തുടങ്ങുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ പച്ച പിടിക്കും, നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ പട്ടിണി മാറട്ടെ, നിൻ്റെ പ്രയാസം മാറട്ടെ, വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ, നിൻ്റെ സഭയ്ക്ക് വളർച്ച ഉണ്ടാകട്ടെ, നിനക്ക് ഉയർച്ച ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ കൈ ഉയർത്തിപ്പിടിക്കുകയാണ്. അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, ദൈവത്തിന് കൃപയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വീട്ടിൽ അനുഗ്രഹം, അവരുടെ സഭയിൽ അനുഗ്രഹം, അവരുടെ ബിസിനസ്സിൽ അനുഗ്രഹം, അവരുടെ ശരീരത്തിൽ അനുഗ്രഹം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഐ എം സോ ഹാപ്പി. അത്ഭുതം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഈ ആഴ്ച, ഈ മാസം, ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. വ്യത്യസ്തമായ യൂണിക്കായിട്ടുള്ള അപൂർവമായിട്ടുള്ള അനുഗ്രഹം നിൻ്റെ വീട്ടിൽ വന്ന് കയറും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അത്ഭുതം നടന്നു കഴിയുമ്പോൾ എനിക്ക് എഴുതാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.